ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് ബ്രേക്കിംഗ് നൗ ഓൺ റിപ്പോർട്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. ബിൽ അവതരണം നീട്ടിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബിജെപിയും അംഗീകരിച്ചു. ഇന്ന് ചേർന്ന സംയുക്ത പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനം വരെ ബിൽ സമിതിയുടെ കാലാവധി നീട്ടും. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, നടപ്പ് സമ്മേളനത്തിൽ ഈ ബില്ലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് മുനമ്പത്തടക്കമെത്തി ആളുകൾ ഉറപ്പുകൊടുക്കുന്നത് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങുന്നു, ബിൽ അവതരണം നീട്ടിവെക്കുന്നു. ഇതിൽ ബിജെപിയുടെ നിലപാട് എന്തായിരുന്നു? ഇനിയും കുറച്ചുകൂടി ജോലികൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പഠിക്കാനും പരിശോധിക്കാനും ഉണ്ട് എന്നതായിരുന്നു ബി.ജെ.പി. അംഗങ്ങളുടെ നിലപാട്. വഖഫ് ബില്ല് ഇപ്പോൾ നടന്നുവരുന്ന ശീതകാല സമ്മേളനത്തിൽ പാസാക്കും എന്നതായിരുന്നു ഒടുവിലും ലഭിച്ചിരുന്ന വിവരം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും അമിത്ഷാ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ വഖഫ് ബിൽ ഉടനെ തന്നെ പാസാക്കുമെന്ന് പലകുറി ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ബി.ജെ.പി. അംഗങ്ങൾ കൂടി വഖഫ് ബില്ലിന്റെ JPC-യുടെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പഠനങ്ങൾക്ക് കുറച്ചുകൂടി കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം ബി.ജെ.പി. കൂടി ഉന്നയിച്ചതോടെയാണ് നീട്ടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പലതവണകളിലായി പ്രതിപക്ഷ എംപിമാർ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് കത്തുവരെ നൽകിയിരുന്നു. കുറച്ചുകൂടി സമയം നീട്ടി നൽകുകയും ഇത്തവണ ഈ വഖഫ് ബില്ല് ശീതകാല സമ്മേളനത്തിൽ പാസാക്കുക എന്ന ഒരു കട്ടായ നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിലൊക്കെ നിരാകരിക്കുന്ന നിലപാടാണ് കണ്ടതെങ്കിൽ ബി.ജെ.പി. എംപിമാർ കൂടി, പ്രത്യേകിച്ച് JPC ചെയർമാൻ തന്നെ കുറച്ചുകൂടി സമയം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമുണ്ട്, ചില പരിശോധനകൾ കൂടി വേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെയാണ് JPC-യുടെ കാലാവധി, വഖഫ് ബില്ലിനെ കുറിച്ച് പഠിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി അടുത്ത വർഷം 2025 ഏപ്രിൽ വരെ നീട്ടിയിരിക്കുന്നത്. ഈ ആഴ്ചയിൽ 29-ാം തീയതി, 2 ദിവസം കൂടി കഴിഞ്ഞാൽ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. 29-ാം തീയതി ബില്ല് മേശപ്പുറത്ത് വെച്ചിരുന്നെങ്കിൽ, റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചിരുന്നെങ്കിൽ ഉടനെ തന്നെ പാസാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമായിരുന്നു. വിവരങ്ങൾ നൽകിയത്. വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. ജഗദംബിക പാൽ MP അധ്യക്ഷനായ സമിതിയിൽ 31 അംഗങ്ങളാണ്.